ഹലോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നത് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. എന്നുവെച്ചാൽ സ്റ്റാർട്ടിങ് എന്തൊക്കെയാണ് മേക്കപ്പിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയണതും പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ മേക്കപ്പ് ചെയ്യേണ്ടത്. ഞാൻ ഭയങ്കര ഐഡിയ ഉള്ള ആളൊന്നുമല്ല, ജസ്റ്റ് ചെറുതായിട്ട് ബേസിക് മേക്കപ്പ് അറിയാമെന്നുള്ളൂ. അപ്പോൾ എനിക്കറിയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസൊന്നുമല്ല, അഫോർഡബിൾ റേറ്റിന് നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിലുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് വെച്ചിട്ട് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാന്നുള്ളത്. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എന്നും മേക്കപ്പ് ചെയ്ത് നടക്കാൻ ഇഷ്ടമുള്ള ആളല്ല. ഞാൻ ഓൺലി സ്കിൻ കെയർ മാത്രമേ ചെയ്യാറുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് മാത്രമാണ് ജസ്റ്റ് വെറുതെ ഒന്ന് നമ്മൾ പുട്ടിയടിക്കാത്തായിട്ട് ആരുമില്ലല്ലോ, അങ്ങനെ മാത്രം. അപ്പോൾ അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഡെയിലി മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്ക്. കാരണം നമ്മുടെ സ്കിന്നിന് അതത്ര നല്ലതല്ല എന്നും മേക്കപ്പ് യൂസ് ചെയ്യണത്. അപ്പോൾ സ്കിൻ കെയർ ആണെങ്കിൽ കുഴപ്പമില്ല, മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ അതത്ര നല്ലതല്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇവൻറ്റ്സ് എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മേക്കപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ സ്കിൻ കെയറിലേക്കാണ് പോണത്. അമ്മ വന്ന് നോക്കണ്ട, അമ്മ ഫോട്ടോ എടുക്കുക വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് നോക്കണത്. ഞാൻ പറഞ്ഞു യൂട്യൂബിൽ വീഡിയോ ഇടും, അപ്പോൾ വേണമെങ്കിൽ മാറിപ്പോക്കോന്ന് ഞാൻ പറയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ സ്കിൻ കെയറിലെ ടോണർ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫേസ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ലിപ് ബാം ഇട്ട് ലിപ്പൊന്ന് മോയ്സ്ചറൈസർ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് ടൈക്കായിട്ട് ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ലിപ് ബാം വേണമെങ്കിൽ യൂസ് ചെയ്യട്ടെ. അപ്പോൾ അതിട്ട് നമ്മുടെ ലിപ്പൊന്നും ഭയങ്കര ഡ്രൈ ആണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എന്താ ഒരു സെറം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ തന്നെ. അപ്പോൾ നിങ്ങൾ എന്താണ് സാധാരണ ചെയ്യാറുള്ളത് നമ്മുടെ ഫേസിൽ, അതെല്ലാം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിനുള്ള ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ അപ്ലൈ ചെയ്ത് ഫേസിലൊന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നോർമലി എൻ്റെ മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. മോയ്സ്ചറൈസർ നല്ല സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം നമ്മൾ ഏത് മേക്കപ്പ് ചെയ്യണമൊക്കെ മുൻപും. അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മ അടുത്ത് മാറിപ്പോ എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കി വിടാണ്. ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. സൺസ്ക്രീൻ മോയ്സ്ചറൈസർ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ മേക്കപ്പിൻ്റെ സ്റ്റെപ്പിലേക്ക് കിടക്കണത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളൊരു പ്രൈമറി യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് വേണം പ്രൈമറി യൂസ് ചെയ്യാൻ. എൻ്റെ ഒരു ഓയിലി സെൻസിറ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈമറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ പ്രൈമർ ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സ്കിന്ന് നല്ല രീതിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ പ്രൈമർ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫേസ് എല്ലായിടത്തും പിന്നെ നമ്മുടെ നെക്കിലെല്ലാം പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പ്രൈമറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മാൾസിൻ്റെ ജെൽ പ്രൈമറാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു 300 താഴെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനുശേഷം ഞാനിവിടെ കൺസീലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസും പിന്നെ കുറച്ച് ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ കൺസീലറാണ് യൂസ് ചെയ്യണത്. കൺസീലർ ഞാനിപ്പോൾ ഇവിടെ അണ്ടർ ഐ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെയാണ് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉള്ളത്. അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം നമ്മൾ മേക്കപ്പിന് മുമ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണം കൺസീലർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഡാക്സിലറിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്തേക്കുന്നത്. അണ്ടർ ഐ ഫുള്ളൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഞാൻ ആദ്യം ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് നോക്കിയത്, അത് ടാപ്പാക്കി നോക്കിയത്. പക്ഷേ അത് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് ബ്രഷ് വെച്ചിട്ട് തന്നെ ആക്കുന്നുണ്ട്. നമ്മൾ കൈ വെച്ചിട്ടാണെങ്കിലും ബ്രഷ് വെച്ചിട്ടാണെങ്കിലും സ്പോഞ്ച് വെച്ചിട്ടാണെങ്കിലും എന്താണെങ്കിലും അതൊന്ന് നല്ല രീതിയിലൊന്ന് കവർ ചെയ്ത് കിട്ടണം, അത്രേ ഉള്ളൂ നമുക്ക് ആവശ്യം. പക്ഷെ ഇതെൻ്റെ അത്രയും കവറായിട്ടില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ നോക്കി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ മിറർ നോക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഞാനിവിടെ 2 ഫൗണ്ടേഷനാണ് മിക്സ് ചെയ്യുന്നത്. ഒന്ന് ടാക്സിലറിൻ്റെയും പിന്നെ ഒന്ന് ഫിറ്റ് മീഡിയം. കാരണം ഇത് രണ്ടും കൂടെ മിക്സ് ആക്കുമ്പോഴാണ് എനിക്ക് നല്ല എൻ്റെ ഒരു ഷെയ്ഡ് കിട്ടണ പോലെ എനിക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ടാക്സിലർ മാത്രം യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു വൈറ്റനിങ് പോലെയും മറ്റേത് മാത്രം യൂസ് ചെയ്യുമ്പോൾ ഞാനൊന്ന് കുറച്ചൊന്ന് ഷെയ്ഡ് കുറഞ്ഞ പോലെ തോന്നും. അപ്പോൾ രണ്ടും മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യണത് ആ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യണമെന്ന് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അവർക്ക് സ്റ്റേറ്റ് പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യണമെന്നുള്ളത്. ഞാൻ ഫൗണ്ടേഷൻ നമ്മൾ എങ്ങനത്തെ മേക്കപ്പാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഞാനിന്നൊരു ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റിയ മേക്കപ്പാണ്. അപ്പോൾ ഡെയിലി മേക്കപ്പ് ചെയ്യുന്നവർ ഇത്രയും ഡോട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ടിൽ ഉള്ളിടത്ത് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഞാനൊരു ഫംഗ്ഷനിങ് പറ്റിയൊരു മേക്കപ്പ് ആയതുകൊണ്ട് എല്ലായിടത്തും ഞാനൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡാർക്ക് സ്പോട്ടിലുള്ളടത്ത് കുറച്ച് നന്നായി ഇടാം, അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതെല്ലാം ഡോട്ടൊക്കെ എടുത്ത് നമുക്കിതെല്ലാം ഒന്ന്
വെച്ചിട്ടോ സ്പോഞ്ച് വെച്ചിട്ടോ കൈ കൊണ്ടോ എല്ലാം ഒന്ന് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. ഇപ്പം ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യണത്. ബ്രഷ് വെച്ചിട്ടെല്ലാം ഒന്ന് ഇങ്ങനെ അവിടെ ഇവിടെ നമ്മൾ മേക്കപ്പ് ഇട്ടു എന്ന് നമുക്ക് തോന്നരുത്. അപ്പം അങ്ങനത്തെ രീതിയിൽ നമ്മൾ എല്ലാം ഒന്ന് ഇങ്ങനെ സെറ്റാക്കി എടുക്കണം. അതേ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഐ ഷാഡോ ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഐ ഷാഡോ പാലറ്റ് ഇല്ല. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെയാണ് ഐ ഷാഡോ ഇടാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് വെച്ച് ഐ ഷാഡോ ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഐ ഷാഡോ ബ്ലഷ് ഇടുന്നത് ഇഷ്ടമല്ല. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിത് രണ്ടും മേടിച്ചിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു മേക്കപ്പ് ഇങ്ങനെ ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊന്നൊരു ഷെയ്ഡ് വരാനായിട്ട് ചെയ്ത് കൊടുക്കണതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു കണ്ണിൻ്റെ അടിയിൽ കണ്ണിൻ്റെ മേലെ മാത്രം ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അതിനി ബ്ലെൻഡ് ചെയ്യാനായിട്ട് നടക്കാനുണ്ട്. അപ്പോൾ എനിക്ക് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യണതിനേക്കാളും കുറച്ചുകൂടെ ഞാൻ പറഞ്ഞില്ലേ ബ്രഷ് വെച്ച് ചെയ്യണ പോലെ നല്ലതെന്ന് തോന്നി. അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതിന് ശേഷം ഞാനിങ്ങനെ ഐബ്രോ സെറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഐബ്രോ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഐബ്രോ പെൻസിൽ ഇട്ടിട്ട് ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് എന്താ പറയുക ടച്ച് ചെയ്ത് കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഐബ്രോ പെൻസിൽ തന്നെ ഒരു കോംബോ പോലത്തെ സംഭവം ഉണ്ട്. അപ്പോൾ അത് വെച്ചൊന്ന് കോംബ് ചെയ്ത് കൊടുക്കും. അത്ര ഞാൻ ചെയ്യാറുള്ളൂ ഐബ്രോൻ്റെ ഇതിൽ കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഐബ്രോ നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ വലിയ ഇതിലാക്കാറില്ല, കോംബോ മാത്രമേ ചെയ്ത് കൊടുക്കാറുള്ളൂ. ഞാൻ നല്ലൊരു ലിപ് ലൈനർ യൂസ് ചെയ്യാണ്. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റിനുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ ലിപ് ലൈനറൊക്കെ ഒരു 64 റേഞ്ചിൽ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ലിപ് ലൈനറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് ലിപ് ലൈനർ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഞാനിങ്ങനെ വീണ്ടും വരച്ച് നിൽക്കണത്. ഈ ലിപ് ലൈനർ എന്താ പറയുക, ഒരു അത്രയും നല്ലൊരു ഫിനിഷിങ് ലുക്കാണ് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ലാസ്റ്റിംഗ് അല്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മളൊരു 2 hours ഒക്കെ കൂടുമ്പോൾ പിന്നെ ലൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കിതിന് തോന്നി. പക്ഷേ ഇതേ ഒരു റേറ്റ് ഒരു 64 റേഞ്ചിനൊക്കെ അത്രയും നല്ല ഒരു പ്രൊഡക്റ്റാണ്. ഞാനൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് എടുക്കണത്. മാർസിൻ്റെ തന്നെയാട്ടോ. ഞാൻ ഇതിൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ച്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് വേറെ മേടിക്കണം. അപ്പോൾ അത്രയും സൂപ്പർ ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇത്രയും ന്യൂഡ് ലവേഴ്സ് ഉണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് എന്തായാലും മസ്റ്റായിട്ട് മേടിക്കേണ്ട ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇപ്പോൾ കണ്ട ഈ ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ തന്നെ നമ്മളില്ലേ എത്ര മേക്കപ്പ് ഒന്നും ചെയ്തില്ല, നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് മാറി കിട്ടിയ പോലെ തോന്നാറില്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഐലൈനർ യൂസ് ചെയ്യണത്, ഐലൈനറിൻ്റെ പേര് ഞാൻ മറന്നു, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഓൺലൈനിൽ നില മേടിച്ച കടയിൽ നിന്ന് അടുത്തുള്ളൊരു കടയിൽ നിന്ന് എനിക്ക് ഡാക്സ്ലറിൻ്റെ ഐലൈനർ പറ്റില്ല. കാരണം ഒന്നാമത് തന്നെ കണ്ണിൻ്റെ അടിയിൽ നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഡാക്സ്ലർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഡാർക്ക് സർക്കിൾസ് കൂടുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു 100-ന് താഴെയാണ് എന്തായാലും ഈ ഐലൈനറുടെ റേറ്റ്. ഇത് എനിക്ക് തോന്നുന്നു 1 വർഷമായി എൻ്റെ കയ്യിലെ ഐലൈനർ. കാരണം ഞാൻ കണ്ണധികം എഴുതാറില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പോൾ കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ മേടിക്കണം. അപ്പോൾ എനിക്കിപ്പോൾ വീണ്ടും ക്യാമറ നോക്കിയിട്ട് കണ്ണെഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളഞ്ഞും തിരിഞ്ഞൊക്കെ. ഏത് ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ഐലൈനർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പിന് ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ കണ്ണൊക്കെയാണ്. കണ്ണ്, നമ്മുടെ ഐബ്രോ, നമ്മുടെ ലിപ്പ്, ഇത് 3ഉം കറക്റ്റായിട്ട് കിട്ടാന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷ് ലുക്ക് നമുക്ക് കിട്ടും.
നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഐ മേക്കപ്പ് ഒക്കെ കുറച്ചുകൂടെ ഐ ഷാഡോ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഐ ഷാഡോ യൂസ് ചെയ്യാം. എനിക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഡാക്സിലറിൻ്റെ മസ്കാര. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു മസ്കാര കേട്ടോ. കാരണം നിങ്ങൾക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും നമ്മുടെ ഐലാഷസൊക്കെ ഒന്ന് വിടർന്ന് കണ്ണൊക്കെ ഒന്ന് വിടർന്ന് നിൽക്കാനായിട്ട് ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അടിയിൽ ഞാൻ അത്ര ആക്കാറില്ല. കാരണം ഞാൻ അടിയിൽ കണ്ണെഴുതാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ വാട്ടർ ലൈനിൽ മസ്കാര തട്ടുമ്പോൾ എനിക്ക് മസ്കാര എന്നല്ല എന്താണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അതാണ് ഇനി ലാസ്റ്റ് ഞാൻ ഇവിടെ ഒരു മേക്കപ്പ് ഫിക്സറാണ് യൂസ് ചെയ്യണത്. സ്പ്രേ ടൈപ്പാണ് കേട്ടത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സംഭവമാണ്. കാരണം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ മേക്കപ്പ്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫേസിലും നമ്മുടെ നെക്കിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 to 7 hours ഒക്കെ ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ മേക്കപ്പ് ഫിക്സർ വെക്കുമ്പോൾ സ്പ്രേ അടിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഫേസ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഹെയറിലേക്ക് കിടക്കാം. ഹെയർ ജസ്റ്റ് വെറുതെ കോംബ് ചെയ്തിടാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കോംബ് ചെയ്ത് ഇടുന്നുണ്ട്. ഈ ഡ്രസ്സിന് മാച്ചായിട്ട് ഇനി ഇയറിങ്സ് നോക്കണം. അപ്പോഴാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒരു സൂക്കോ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കുറച്ച് ഇയറിങ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇയറിങ്സ് തന്നെ ഇതിന് ഞാൻ പെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഇയറിങ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇവരുടെ ഇയറിങ്സിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കമൻറ്റിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് തരാം. അപ്പോൾ നിങ്ങൾ കയറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നല്ല ഇയറിങ്സ് ആണ്. കൊറിയൻ ഇയർ സ്റ്റഡ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു എസ്തറ്റിക് മോഡലുള്ള ഒരു ജുമുക്കയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിന് ആ ജുമുക്ക ഇടാന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര വെയിറ്റ് എങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഒരു വെയിറ്റും ഇല്ല. നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയൊരു ജുമുക്കയാണത്. നൈസായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയണത് ഇങ്ങനെയാണ്. ഈ ഡ്രസ്സിന് ഈ കമ്മൽ ഭയങ്കരമായിട്ട് ചേരുന്നുണ്ടല്ലേ. എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഡ്രസ്സും കമ്മലും അതുപോലെ പൊട്ടും എല്ലാം കൂടെ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മകളുണ്ട്? ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര എക്സ്പേർട്ടായിട്ട് ഒരാളൊന്നല്ല. എനിക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തന്നെ എനിക്ക് പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ അത് തിരുത്തി പോരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ടിപ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കനോടെ ക്ലിക്ക് ചെയ്ത് ഓൾനൂടെ എനാബിൾ ചെയ്ത് ഇടാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഞാൻ എങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ എന്നോട് പറയാമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തെ വീഡിയോസുകൂടെ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിച്ച് അങ്ങനത്തെ ഇടാനായിട്ട് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? സിമ്പിൾ മേക്കപ്പാണിത്. ഇത് ഭയങ്കര അഫോർഡബിൾ റേറ്റിനുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടാണ്. എല്ലാം 500-ന് താഴെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാനത് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.